ഹായ് ഹലോ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഈ ചാനലിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ നമുക്കിന്ന് സന്ധ്യ സമയത്ത് ചില അത്യാവശ്യം നല്ല മീനാണ്, വലിയ കുഴപ്പമില്ലാതെ കിട്ടി. 1 കിലോ കിരിയാൻ കിട്ടി കേട്ടോ. അപ്പോൾ അതിന് നമ്മളൊന്ന് ഒരു 2-3 എടുത്ത് വറുത്തിട്ട് ബാക്കി നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകി ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് നാളെ എടുക്കാമെന്ന് വിചാരിച്ചേ. അപ്പം നമുക്കിന്ന് അത്താഴത്തിന് 2-3 മീൻ ഇതിൽ നിന്ന് വറുത്തെടുക്കാം കേട്ടോ. ഇതാണ് വറക്കാൻ വെച്ചിരിക്കുന്നത്. ഇതിനൊന്ന് വറുത്ത് വീതി വെക്കട്ടെ. അത്താഴത്തിന് ബിരിയാൻ മീൻ കിട്ടി. ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ. അപ്പം നമ്മുടെ വീട്ടിലെ കൊച്ചു കൊച്ചു വിശേഷങ്ങളും കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളുമായിട്ട് നമ്മുടെ ഈ ചാനലിലേക്ക് എല്ലാവർക്കും ഒന്നുകൂടി സ്വാഗതം പറയുന്നു. അപ്പോൾ ഇതിനെ ഒന്ന് വൃത്തിയായിട്ട് വറുത്തെടുക്കട്ടെ കേട്ടോ. കുരുമുളക് പൊടിയൊക്കെ തിരുമ്മി, പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുരുമുളക് പൊടി, ഇത്ര സാധനം തിരുമ്മിയാണ് നമ്മൾ അടുപ്പിൽ വെച്ചിരിക്കുന്നത് വേകാനായിട്ട്. ഇനി അതൊന്ന് മറിച്ചിട്ട് കൊടുക്കട്ടെ കേട്ടോ. അപ്പം മീൻ നമ്മളൊന്ന് മറിച്ചിട്ടു കേട്ടോ. ഇങ്ങനെ മറിച്ചിട്ട് തിരിച്ചിട്ട്, മറിച്ചിട്ടെന്ന് പറയും തിരിച്ചിട്ടെന്ന് പറയും, എങ്ങനെ പറഞ്ഞാലും മീൻ 2 വശവും നന്നായിട്ട് വെന്ത് മൊരിഞ്ഞ് കിട്ടണം. അതിൻ്റെ കൂടെ 2 പഴുത്ത കാന്താരിയും കൂടി ഒന്ന് എടുത്തിട്ടു. പഴുത്ത കാന്താരി എന്ന് പറഞ്ഞാൽ ഉണ്ടക്കാന്താരി. ഇത് ഇഷ്ടംപോലെ ഇരിക്കുമല്ലേ. പറിച്ചത് പരിക്കാതിരിക്കുന്ന മഴ കാരണം ഒന്നും ഉണങ്ങിയെടുക്കാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ ചുവന്ന മുളക് പൊടിക്ക് പകരം ഇതൊക്കെ അരയ്ക്കുന്നുണ്ട് കേട്ടോ. നല്ല രുചിയുണ്ട്, നല്ല എരിവുമുണ്ട്. അപ്പോൾ ഇത് ഞാൻ മീനിനൊക്കെ അരച്ചിട്ടുണ്ട്. തേങ്ങായും ഈ മുളകും കൂടെ കൂടി നന്നായിട്ട് അരച്ച് മീൻകറി വെച്ചിട്ടോ. നല്ല രുചിയായിരുന്നു. പച്ചമുളകിൻ്റെ പൊടി അരച്ച് വെക്കുന്ന പോലെ തന്നെ ഇരുന്നു. തേങ്ങായും മുളക് പൊടി മഞ്ഞളും കൂടെ കൂടി നന്ന പോലെ അരച്ചങ്ങ് ചേർത്ത് കുടംപുളിയൊക്കെ ഇട്ട് മീൻ പറ്റിച്ചെടുത്തായിരുന്നു. ഇതിന് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇത് നല്ല രുചിയുണ്ട്. അപ്പോൾ ഞാൻ ഓർത്തു ഇങ്ങനെ ഇത് നന്നായിട്ടങ്ങ് വെയിലത്ത് വെച്ചങ്ങ് ഉണങ്ങിയായിരുന്നെങ്കിൽ പിരിയമുളകിൻ്റെ കൂടെ ഇട്ടങ്ങ് പൊടിച്ചാൽ മതി കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല എരിവുമുണ്ട്, നല്ല കളറും കിട്ടും. നല്ലൊന്ന് മുരിഞ്ഞ് വരട്ടെ കേട്ടോ. വൈകിട്ടത്തെ തലച്ചോറിന് എടുക്കാനാണ് ഇപ്പോൾ ഇതുണ്ടാക്കുന്നത്. ബാക്കി മീൻ വെട്ടി തേച്ച് കഴിഞ്ഞ് ഫ്രിഡ്ജിലേക്ക് വെക്കും. നാളെ രാവിലെ പൊതി കെട്ടാനുള്ളവർക്ക് വറുത്ത് കൊടുക്കണം, അല്ലാത്തവർക്ക് കറി വെച്ച് കൊടുക്കണം ബാക്കിയുള്ളത്. അപ്പോൾ ബാക്കി മീൻ വെട്ടി തേച്ച് കഴിഞ്ഞ് റെഡിയാക്കട്ടെ. ഞാൻ വെട്ടിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് വന്നാണ് വീഡിയോ എടുത്തത്. മീൻ മുരിഞ്ഞെന്ന് നോക്കാൻ വന്ന പീസ് കട്ടി കുറച്ചിട്ടേച്ച് പോയി ലോ ഫ്ലെയിമിൽ. ഇനിയിപ്പോൾ ഇത് വാങ്ങാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു കുഞ്ഞു വീഡിയോ എത്ര ഉള്ളൂ കേട്ടോ. ഇതുണ്ട്, മീനെ ഞാൻ വറുത്തു. 1 പപ്പയ്ക്ക് ചോറ് ഞാൻ കൊടുത്തു. 2 ഇവിടെ ഇരിപ്പുണ്ട്. അതിന് നമുക്ക് 1 എടുത്ത് ഈ കപ്പയുടെ കൂടെ വെക്കാം. കണ്ടു, ചെണ്ടക്കപ്പ വേവിച്ചു. ഉപ്പൊക്കെ ഇട്ട് കയ്പില്ലാത്തതില്ല, സൂപ്പർ കപ്പയാണ്. കപ്പയും പുഴുങ്ങി ഉള്ളിമുളകും പൊട്ടിക്കാൻ സമയം കിട്ടാഞ്ഞുകൊണ്ട് ഒരല്പം അച്ചാർ എടുത്ത് വെച്ചു. ഇതുണ്ട്, ഒരു മീൻ വറുത്തുണ്ട്, ഇച്ചിരി അച്ചാറുണ്ട്, കപ്പയുണ്ട്. അത്യാവശ്യം വേണ്ടുന്നവർക്ക് ഇങ്ങനെ കഴിച്ചാലും കുഴപ്പമില്ല, നല്ല ടേസ്റ്റിൽ തന്നെ കഴിക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അതോടൊപ്പം ബെല്ലൈക്കൺ ഒന്ന് അമർത്തി ഓൾ എന്നുള്ള ഓപ്ഷൻ ഇനേബിൾ ചെയ്യണം കേട്ടോ. അപ്പോൾ വീണ്ടും നാളെ ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് വരാൻ ശ്രമിക്കാം. ഓക്കെ.